ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ച് ഇന്ന് വലിയ നിരാശയുടെ ദിവസമാണ്. കാരണം അവർക്ക് വലിയ ഹോപ്പ് ഉണ്ടായിരുന്നു. ഈ വർഷമെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ഒന്ന് തിരിച്ചു പിടിക്കുക എന്നൊക്കെ. പക്ഷേ ഇന്നലത്തെ മത്സരത്തോടെ അവരുടെ ഒരു ആത്മവിശ്വാസമൊക്കെ ചോർന്നു പോയി എന്ന് തന്നെ പറയാം. കാരണം അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിലേക്ക് തോറ്റെങ്കിലും ഇന്നലെ തിരിച്ചടിക്കുക എന്നൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബാഴ്സലോണയുടെ പേജുകളിലൊക്കെ പോയി നോക്കിയാൽ ഒരു റെമോൺടാഡ മൂഡിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവരുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളായാലും ഫാൻസിൻ്റെ ആർഗ്യുമെൻ്റ് ആയാലും പിന്നെ യമാലിൻ്റെ ഒക്കെ പ്രസ്താവനകളൊക്കെ അങ്ങനെയായിരുന്നു. അവർ വിചാരിച്ച പോലെ തന്നെയാണ് മത്സരം തുടങ്ങിയത്. പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവർ വിചാരിച്ച രീതിയിൽ വന്നില്ല. എങ്ങനെയാണ് ഇന്നലത്തെ ഒരു മത്സരം നോക്കുമ്പോൾ എന്താണ് സാറിന്? ഇന്നലത്തെ മത്സരം ഞാൻ രണ്ട് കാര്യങ്ങളാണ് നോട്ട് ചെയ്തത്. ഒന്ന്, സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ബാഴ്സലോണയ്ക്ക് ഒരു എനർജി ഇല്ല. അപ്പോൾ അത് നമ്മൾ ശനിയാഴ്ചത്തെ കളിയിലേക്ക് പോകണം. ശരിയാണ്, ബാഴ്സലോണ ലോക്കൽ ഡാർബിയാണ് എസ്പാനിയോളായിട്ട്. പക്ഷേ 6 പോയിൻ്റ് ലീഡുള്ളൊരു ടീമിന് ഈ സ്റ്റാർട്ടേഴ്സിനൊക്കെ കളിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്ലറ്റിക്കോ 10 പേരെ റെസ്റ്റ് ചെയ്ത്. അവർക്ക് അറിയാം ലീഗിൽ ഞങ്ങൾ 3-ഓ 4-മതോ ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്രയോറിറ്റി അവരുടെ. ബാഴ്സലോണ ടോപ്പ് കളിക്കാരെ കളിപ്പിച്ചു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും കാറ്റുപോയി. അതേപോലെ ഒരു യൂറോപ്യൻ ട്രോഫി നേടണമെങ്കിൽ നിങ്ങൾക്ക് 16 വയസ്സായ വിങ്ങറോ ഫോർവേഡോ ഒക്കെ വെച്ച് കളിക്കാം. പക്ഷെ സെൻട്രൽ ഡിഫൻസിൽ അനുഭവമില്ലാതെ ഒരു ടീമും ട്രോഫി നേടിയിട്ടില്ല. ഇപ്പോൾ റയലിൻ്റെ ടീം നോക്കിക്കഴിഞ്ഞാൽ റാമോസ് സെൻട്രൽ ഡിഫൻസ്. പണ്ടത്തെ ബാഴ്സലോണയ്ക്ക് ആദ്യം യായ ടൂറെ, പുയോൾ, പിന്നെ PK, മാഷ്റാനോ ഇവരൊക്കെ ആയിരുന്നു സെൻട്രൽ ഡിഫൻഡേഴ്സ്. ലിവർപൂളിൻ്റെ ടീമിൽ വെർജിൽ വാൻ ഡൈക്ക്, മാറ്റിപ്പ്, ചെൽസിക്ക് ടെറി കാവാലിയോ, ഇങ്ങനത്തെ കളിക്കാരൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് കളിക്കാരില്ലാതെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ഈ രണ്ട് ലെഗിലും റെഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് അനുഭവമില്ലാത്ത സെൻട്രൽ ഡിഫൻഡേഴ്സിന്. അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ബാക്കിൻ്റെ ഭാഗത്തുനിന്ന് വരില്ല. സാധാരണ നമ്മൾ ഈ ബാഴ്സലോണ റയലാണ് വലിയ വാർത്തകൾ എന്നുണ്ടാകാറുള്ളത്. പക്ഷേ ഈ സീസൺ നമ്മൾ നോക്കുമ്പോൾ ബാഴ്സലോണ അത്ലറ്റിക്കോ മാച്ച് ഭയങ്കര ഹൈപ്പുള്ള മാച്ചുകളായിരുന്നു. ഇപ്പോൾ കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണ അവർ തോൽപ്പിച്ചു. അതിനുശേഷം ലാലിഗയിൽ പോയിട്ട് ബാഴ്സ തിരിച്ചടിക്കുന്നു. ഇപ്പോൾ വീണ്ടും UCL കൂടി വന്നു. എനിക്ക് തോന്നുന്നു പോയ 3 മത്സരങ്ങളിലും റെഡ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാലിഗയിലെ മത്സരത്തിൽ സത്യത്തിൽ നെക്ക് മാച്ചായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അന്ന് അത്ലറ്റിക്കോയുടെ പ്ലെയറിനാണ് പിന്നെ റെഡ് കാർഡ് കിട്ടിയത്. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരത്തിലും ബാഴ്സലോണയുടെ പ്ലേയേഴ്സിനാണ് റെഡ് കാർഡ് കിട്ടിയത്. ഈ 2 മത്സരങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റെഡ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഎക്സ്പീരിയൻസ് ഇല്ലായ്മ തന്നെയല്ലേ? അതെ, അത് ഞാൻ ഡിഫൻഡേഴ്സിനെ മാത്രം പറയില്ല. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു, വിങ്ങറോ സ്ട്രൈക്കറോ 16 17 വയസ്സാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർക്ക് മിസ്റ്റേക്സ് അനുവദിച്ചിട്ടുള്ളത്. ഒരു സ്ട്രൈക്കർ 10 ചാൻസ് മിസ് ചെയ്താലും കുഴപ്പമില്ല, 2 എണ്ണം അടിച്ചാൽ മതി. മറ്റേ സെൻറ്റർ ബാക്സിന് അങ്ങനെയല്ല. അവരെ ഷീൽഡ് ചെയ്യാനൊരു കളിക്കാരൻ വേണം. ഏറ്റവും മികച്ച ബാഴ്സലോണ ടീംസിൽ അത് ബുസ്കറ്റ്സ് ആയിരുന്നു. കുറച്ചു കാലം മാഷ്റാനും കളിച്ചു സെൻട്രൽ മിഡ്ഫീൽഡിൽ. പക്ഷെ മെയിനായിട്ട് ബുസ്കറ്റ്സ്. അതിനു മുമ്പ് ഗാർഡിയോള മറ്റേ ക്രൂയിഫിൻ്റെ ടീമിൽ. റയൽ ഇപ്പോഴും മിസ് ചെയ്യണ ഒരു കളിക്കാരൻ കാസ്മീറോ ആണ്. ആ ഡിസ്ട്രോയർ ആയിട്ടുള്ള ഒരു കളിക്കാരൻ എല്ലാ മിഡ്ഫീൽഡും വേണം. ഈ ബാഴ്സലോണ ടീമിൽ അതില്ല. അപ്പോൾ ആ ഒരു പ്ലെയർ ഡിഫൻഡറെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. എങ്ങാനും ഒരു സെൻട്രൽ ഡിഫൻഡർ ഔട്ട് ഓഫ് പൊസിഷൻ ആണെങ്കിൽ ആ കളിക്കാരൻ ആ പൊസിഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഇപ്പം അതില്ലാത്തത് കാരണമാണ് ഈ മിസ്റ്റേക്സ്, ഈ ഒരേ മിസ്റ്റേക്കാണ് എല്ലാ മാച്ചിലും ആവർത്തിക്കണം. ഇപ്പോൾ അത്ലറ്റിക്കോ ആദ്യത്തെ ലെഗിൽ അടിച്ച 2ാമത്തെ ഗോളും ഈ 2ാമത്തെ ലെഗിലെ ലുക്മൻ അടിക്കണ ഗോളും ഏകദേശം ഐഡൻറ്റിക്കലാണ്. വൈഡായിട്ട് ഒരു ബോൾ ക്രോസ് ചെയ്യണു, ഫിനിഷ് ചെയ്യണു. അതുപോലെ നമ്മൾ ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ബാഴ്സലോണ ഭയങ്കരമായ കളിയായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ തന്നെ യമാൽ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു, ഒൽമോ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. പിന്നീട് എങ്ങനെയാണ് അവരൊരു ലാസ്റ്റ് ലാബിലേക്ക് എത്തുമ്പോൾ അവർ ഈ 20 മിനിറ്റ് അത്ലറ്റിക്കോ ശരിക്കും ഉറങ്ങുമായിരുന്നു. ആ സിമിയോണിൻ്റെ ആ നടത്തം കാണുമ്പോൾ തന്നെ ഇവരെന്താ കളിക്കണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും കളി രക്ഷപ്പെടുത്തിയത് കോക്കയാണ്. കോക്ക ഇപ്പോൾ എത്ര കൊല്ലമായി? 17 കൊല്ലമായി അത്ലറ്റിക്കോയിൽ. 34 വയസ്സായി. 2014 ഒരു UCL ഫൈനലിലെത്തിയപ്പോൾ ടീമിലുള്ള ആൾ. കോക്കെ നടന്ന് പിച്ച് മുഴുവൻ നടന്ന ആൾക്കാരോട് പറഞ്ഞു, അതെ ഇങ്ങനെ കളിച്ചാൽ ശരിയാവില്ല, എണീക്കെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് കുറച്ചൊരു കൺട്രോൾ വന്ന് 5 മിനിറ്റ് കഴിഞ്ഞ ഒരു ഗോൾ അടിക്കും. ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഒരു ഗോള്. അതെ, ആ 2ാമത്തെ ഗോള് കയറി ഉടനെ കോക്കയും സിമിയോണയും രണ്ടുപേരും നിങ്ങൾ പാനിക് ചെയ്യരുത്, പക്ഷെ
ഒരു കൺട്രോൾ എടുക്കൂ എന്നുള്ള ആ ഒരു മെസ്സേജ് വന്നു. അതോടെ കുറച്ച് കളി മാറി തുടങ്ങി. ആ ഒരു റെഡ് കാർഡ് വാങ്ങിയതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ആ ഒരു റെഡ് കാർഡ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റെഫറിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്കും നമ്മൾ ക്യാമറ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം ജൂൾസ് കൊണ്ട് അവിടെ കവറിങ് ഡിഫൻഡർ ആയിട്ടുണ്ട് എന്ന്. പക്ഷെ ഉറപ്പായിട്ടത് തടുക്കുകയായിരുന്നു അല്ലെങ്കിൽ കവർ ചെയ്ത് എത്തുമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിനയൽ ഓഫ് ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതനുസരിച്ചിട്ട് അതും പുറകുന്നുള്ളൊരു ഫൗളാകുമ്പോൾ അത് ഇരട്ടി പണിഷ്മെൻ്റാണ്. എല്ലാ റെഫറീസും അങ്ങനെയാണ് നോക്കുക. പുറകുന്ന് ഒരാളെ ഫൗൾ ചെയ്യുമ്പോൾ അത് എപ്പോഴും ഒരു കുറേയും കൂടി ഒരു മോശം രീതിയിൽ അവർ കാണുക. അതുപോലെ തന്നെ ബൈസാരാധകർ മാത്രമല്ല റഫീനൊക്കെ പറയുന്നത് ഇതൊരു റോബറിയാണ്, റഫറി ഞങ്ങൾക്കെതിരെ രണ്ട് ഭാഗത്തിലും ഇത് ഞങ്ങൾക്കെതിരെ ലോകത്തെ ഏറ്റവും നല്ലൊരു റെഫറിയാണ് ശരിക്കും. ഇത് ഈ മനുഷ്യന് ഒന്നുമില്ലെങ്കിൽ വേൾഡ് കപ്പ് സെമി ഫൈനൽ അല്ലെങ്കിൽ ഫൈനലിൽ റെഫറി എന്ന് ഉറപ്പാണ്, ഫ്രാൻസ് എത്തിയില്ലെങ്കിൽ. അതുപോലെ തന്നെ ഒരുപാട് മറ്റേ ഫെർമിൻ ലോപ്പസിന്റെ മുഖത്തേക്ക് ഗോൾ കീപ്പറുടെ അത് സേവ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് അത് നാച്ചുറൽ മൂവ്മെന്റ് അല്ല, അത് ഫൗൾ എന്നൊന്നും പറയാൻ പറ്റില്ല. റഫറിയുടെ തീരുമാനം ശരിയാണ് എന്നുള്ള അതേപോലെ ആ ഓഫ് സൈഡിന് കൊടുത്ത ഗോളും അത് ഡിഫൻഡർ ഡെലിബറേറ്റ് ആയിട്ട് ബോൾ പ്ലേ ചെയ്താൽ കളിക്കാരൻ ഓൺ സൈഡാണ്. പക്ഷെ ഇത് ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യാൻ നോക്കുകയാണ്, അതൊരു വോളണ്ടറി ആക്ഷൻ അല്ല. അപ്പം അത് ഓഫ് സൈഡ് തന്നെയാണ്, കളിക്കാരൻ ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു. നമ്മൾ ഈ ബാഴ്സലോണയുടെ ഒരു UCL ഫിക്സ്ചർ നോക്കുകയാണെങ്കിൽ താരതമ്യം എളുപ്പമായിരുന്നു എന്ന് പറയാം. കാരണം കഴിഞ്ഞ മത്സരം ന്യൂകാസിലായിരുന്നു, ഇത് അത്ലറ്റിക്കോ അവർക്ക് നല്ല പരിചയമുള്ള ടീമാണ്. ഇനിയുള്ളത് ആഴ്സണലും മറ്റു ബയണിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ജയിക്കാൻ സുഖം. റയലിന്റെ പാത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി, ബയൺ, പിന്നെ ഒന്നുമില്ലെങ്കിലും ഇപ്പൊ PSG ആണെന്ന് ഉറപ്പായി. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായൊരു പാത്തായിരുന്നു റയലിന് കിട്ടിയത്. അതിനും എത്രയോ എളുപ്പമായിരുന്നു ബാഴ്സലോണയുടെ പാത്ത്. നമ്മൾ ഈ ഹാൻസി ഫ്ലിക്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഹാൻസി ഫ്ലിക്ക് നമുക്കറിയാം പോയ സീസണിൽ ഡൊമസ്റ്റിക് എല്ലാ ട്രോഫിയും വിജയിച്ച ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സീസൺ UCL പിടിക്കുക എന്നുള്ളതാണ്. അവരിപ്പോഴും ലാലിഗ ഓൾമോസ്റ്റ് ഉറപ്പാണ്, അതെ ഉറപ്പിച്ച പോലെ തന്നെയാണ്. പക്ഷെ അവർക്ക് ഈ UCL എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാത്തത്? റയലിനെ പോലെ അവരൊരു പ്രയോറിറ്റിയിലുള്ള മാറ്റം കൊണ്ടാണ്. പ്രയോറിറ്റിയിലുള്ള മാറ്റം എന്ന് പറയാൻ പറ്റില്ല, കളിക്കാരില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു മികച്ച ടീം നോക്കിക്കഴിഞ്ഞാലും ഒരു എലീറ്റ് ലെവൽ സെൻറ്റർ ബാക്കും ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറും വേണം. ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യണ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ. അതിപ്പോൾ ഇപ്പം അടുത്ത കാലത്ത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് 3 പേരുണ്ടായിട്ടുണ്ട് അങ്ങനെ. ഫെർണാൻഡിഞ്ഞോ, അതിനു മുമ്പ് യായ ടൂറെ, പിന്നെ സെൻട്രൽ ഡിഫെൻസിൽ വിൻസെൻ്റ് കമ്പനി, റൂബൻ ഡിയാസ്, അങ്ങനത്തെ കളിക്കാർ, ആ ക്വാളിറ്റി കളിക്കാർ. ഇപ്പം ഇപ്പോഴത്തെ ബാഴ്സലോണയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ ഫണ്ട്സ് ടൈറ്റായത് കാരണം ഇപ്പം ജാനുവരിയിൽ മാർക്ക് ഗേഹി മാർക്കറ്റിൽ വന്നു. എന്തുകൊണ്ട് മാർക്ക് ഗേഹി വാങ്ങിയില്ല? മാർക്ക് ഗേഹി വാങ്ങി അപ്പം നിങ്ങളൊരു കുറച്ചും കൂടി മികച്ച ടീമായി. പക്ഷെ ഫണ്ട്സ് കാരണമായിരിക്കും വാങ്ങാതിരുന്നത്, അത് കാരണം ഗേഹി സിറ്റിയിലേക്ക് പോയി. ഇപ്പം അതേപോലെ ഇപ്പം ഈ സമ്മറിൽ വരുമ്പോൾ അവർക്ക് എങ്ങനത്തെ കളിക്കാരനെ വേണ്ട? മാർക്കസ് റാഷ്ഫോർഡിനല്ല ആവശ്യം, ഒരു 10 റാഷ്ഫോർഡ്, ലാമാസിയെന്ന് വരും. ആവശ്യം ഒരു സാൻഡ്രോ ടൊണാലി, അങ്ങനത്തെ ഒരു ഓൾ ആക്ഷൻ മിഡ്ഫീൽഡറാണ്. അപ്പം അതിനുള്ള ഫണ്ട്സ് ഉണ്ടോ? ന്യൂകാസിൽ 100 മില്യൺ പൗണ്ട്സാണ് ചോദിക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആദ്യമെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, അതും എവയിലാണ് പിന്നെ അവർ ജയിച്ചത്. പക്ഷേ എന്നിട്ടും അവർ ലോ ബ്ലോക്കിനൊന്നും അത്ര നിന്നിട്ടില്ല, അവരും കുറച്ച് അറ്റാക്കിംഗ് രീതിയിലാണ് കളിച്ചത്. ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് UCL ഇനി എത്രത്തോളം പോകാനുള്ളൊരു സാധ്യതയുണ്ട്? ജയിക്കാൻ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പണ്ടത്തെ അത്ലറ്റിക്കോ ടീംസിനെ ഡിഫെൻഡ് ചെയ്ത് ജയിക്കാനുള്ള ടീംസ് ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം എല്ലാ കളിയിലും അത്ലറ്റിക്കോ ഗോള് വഴങ്ങുന്നുണ്ട്, അതും പലതരം ഗോൾ. അതിപ്പോൾ ഇന്നലെ ആദ്യത്തെ ഗോൾ ഒരു സില്ലി മിസ്റ്റേക്ക് എന്നാണ്, രണ്ടാമത്തെ ഗോളിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് പറയാം, ഓൾമോൻ്റെ പാസും മറ്റേ ടോറസിൻ്റെ ഫിനിഷും. പക്ഷേ പണ്ടത്തെ അത്ലറ്റിക്കോ അങ്ങനത്തെ ഗോൾ കൺസീഡ് ചെയ്യില്ല, അത്ര ഓപ്പൺ ആയിരിക്കില്ല. ഇപ്പം അങ്ങനത്തെ സെൻട്രൽ ഡിഫൻഡേഴ്സ് ഇല്ല അവർക്ക്. മിഡ്ഫീൽഡിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പോയ ഡിപ്പോളിനെ പോലത്തെ ഒരു കളിക്കാരൻ ശരിക്കും അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പണ്ടത്തെ ടീംസിലാണെങ്കിൽ ഗാബി, അങ്ങനത്തെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ്, രാഹുൽ ഗാസിയ, അങ്ങനത്തെ കളിക്കാർ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഡോഗ്സ് ഓഫ് വാർ എന്നായിരുന്നു സിമിയോണിൻ്റെ ടീംസിനെ പറഞ്ഞിരുന്നത്. ആ ഒരു ക്യാരക്ടർ ഇല്ല ഈ ടീംസിന്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി ഓപ്പണായിട്ട് കളിക്കുന്നത്. അവർക്ക് ഗോൾ അടിച്ചിട്ട് തന്നെ ജയിക്കാൻ പറ്റുള്ളൂ, ഡിഫെൻഡ് ചെയ്ത് 1-0 ഒന്നും ഈ ടീം ജയിക്കാൻ പോകുന്നില്ല.
അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ ലാലിഗയിലെ റൈവൽറി എന്ന് പറയുമ്പോൾ ബൈസ റയൽ എന്നാണ് പറയാറുള്ളത്. അതേ മാഡ്രിഡിൽ നിന്നുള്ള ക്ലബ്ബ് തന്നെയാണ് ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ ഈ അടുത്തായിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര റൈവൽറി ആയിട്ടുണ്ട്. ഇവരുടെ ഒരു റൈവൽറിയുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ്? അത്ലറ്റിക്കോന് മറ്റേ റയലിനോടുള്ളത് പിന്നെ ഒരേ നഗരത്തിൽ എന്നുള്ളത്. പക്ഷെ ബാഴ്സലോണയും വലിയൊരു ടീമാണ്. അത്ലറ്റിക്കോൻ്റെ ചരിത്രപരമായിട്ട് എപ്പോഴും ഒരു അണ്ടർഡോഗ് ടീമായിട്ട് അവർ കുറേ ട്രോഫീസ് നേടിയിട്ടുണ്ടെങ്കിലും മറ്റേ ഇപ്പോൾ ബിൽബാവിൻ്റെ ഫാൻ ബേസോ മറ്റേ സെവിയയുടെ വലൻസിയയുടെ അവർക്കൊക്കെ ഓരോ സിറ്റിയിൽ അവരുടെ ടീം വലിയ ടീമാണ് അവർ. അപ്പം ആ ഒരു ഫാൻ ബേസ് ഇവർക്കില്ല. പക്ഷെ ഇവർക്ക് ഭയങ്കര ഒരു അൾട്രാ ഫാൻസ് അതുണ്ട്. പക്ഷെ ഇപ്പം മെഡ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ അധിക പേരും റയൽ ഫാൻസാണ്. പിന്നെ ആ ഒരു ചരിത്രമില്ല. ഏറ്റവും അൺലക്കി ആയിട്ടുള്ള ടീമാണ് അത്ലറ്റിക്കോ. 3 UCL ഫൈനലിൽ തോറ്റിട്ടുള്ള. അതൊന്ന് ആദ്യത്തെ തോറ്റത് എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തെ മിനിറ്റിൽ ഈക്വലൈസർ കയറി പിന്നെ റീപ്ലേ തോൽക്കുന്നതാണ്. അല്ല, അത് റാമോസിൻ്റെ 2014. ഇത് 74 ബയൺ മ്യൂണിക്കിനെതിരെ എക്സ്ട്രാ ടൈമിൽ അവർ ലീഡ് ചെയ്യായിരുന്നു. എന്നിട്ട് എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തെ മിനിറ്റിൽ ഈക്വലൈസർ കൺസീഡ് ചെയ്ത് റീപ്ലേ തോൽക്കുക. 2014 പിന്നെ 14 അതിലും മോശം. മറ്റേ റാമോസ് അതിൻ്റെ ടാറ്റു വരെ ചെയ്തിട്ടുണ്ടല്ലോ 92.48 എന്ന് പറഞ്ഞിട്ട്. അപ്പം അതങ്ങനെ. പിന്നെ 16 അതേപോലെ പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ. അപ്പം ഇത്രയും ഭാഗ്യമില്ലാത്തൊരു, ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അർഹിക്കുന്ന ടീം ശരിക്കും അത്ലറ്റിക്കും ഏറ്റവും അർഹിക്കുന്ന കോച്ച് സിമിയോണി തന്നെയാണ് ശരിക്കും. പക്ഷെ അവർ ജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല.